ഇംഗ്ലീഷൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ജർമ്മനിൽ ഇതിന്റെ അവസ്ഥ വന്നിട്ടുണ്ട്. അതായത് ഹൗസ് ബിൽഡിംഗ് എടുത്ത് കഴിഞ്ഞാൽ പണി പാളുമെന്ന് ചോദിച്ച ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരന്റെ കുറെ എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അതുപോലെ തന്നെ കുറച്ച് വേറെ ആൾക്കാർ എന്റെ അടുത്ത് പല എക്സ്പെക്ടേഷനും ഉണ്ട് ഈ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. അതായത് ഓവർ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ റിയാലിറ്റി എന്താണ്, എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഈ വീഡിയോ എന്ന് പറയുന്നത് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നല്ല, പക്ഷെ കുറെ പേരുടെ എക്സ്പെക്ടേഷൻ ഒക്കെ ഒരുപാടുണ്ട്. കറക്റ്റ് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഹൗസ് ബിൽഡിങ്ങിനോട് കുഴപ്പമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിൽക്കൊന്നും ഉണ്ടാവില്ല. എനിക്ക് മെസ്സേജ് അയക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ ലാംഗ്വേജ് ഇപ്പൊ ഒന്നോ രണ്ടോ മൊഡ്യൂൾ കൊണ്ട് വരാൻ നോക്കുന്നവരൊക്കെയാണ്. അപ്പൊ നാട്ടിൽ പല ഏജൻസിക്കാരും ഇപ്പൊ 2 മൊഡ്യൂൾ വെച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ലാംഗ്വേജ് ഇത്ര മതി, ഞങ്ങൾ ചെയ്തു തരാം. പക്ഷെ അങ്ങനെയൊക്കെ ഇവിടെ വന്നാലും കുറെ കഷ്ടപ്പാടുണ്ടാവും. ആദ്യത്തെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇപ്പൊ ഒന്നോ രണ്ടോ മൊഡ്യൂൾ കൊണ്ട് വന്ന് ഇവിടെ സർവൈവ് ചെയ്യാന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ അത് ഭയങ്കര പാടായിരിക്കും. അതായത് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ ഒരു ഇമെയിൽ അയക്കണമെങ്കിലോ നമുക്കിപ്പോ എന്ത് ചെറിയ ഇപ്പൊ ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കണമെങ്കിലോ എല്ലായിടത്തും നമുക്ക് ലാംഗ്വേജ് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഹൗസ് ബിൽഡിംഗ്, മെക്കാട്രോണിക്സ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഇല്ലെങ്കിൽ നല്ല പാടാണ്. കാരണം നമ്മളിപ്പോ പഠിക്കണത് എല്ലാം സയൻസ് മാത്സ് എല്ലാം ജർമ്മൻ ടൈംസിലായിരിക്കും. അപ്പൊ ആദ്യം തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇപ്പൊ പഠിച്ചു വന്നാലും നല്ല ടാസ്ക് ആണ്. അപ്പോ ലാംഗ്വേജ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അത്രയും കൂടി ബുദ്ധിമുട്ടായിരിക്കും. ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് നോക്കുന്നവര് ലാംഗ്വേജിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതായത് ഇപ്പോ ലാംഗ്വേജ് എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടി വന്നാലും ഇവിടെ നല്ല ടാസ്ക് ആയിരിക്കും പഠിക്കാനായിട്ട്. അപ്പോ പഠിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിച്ച് വന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പഠിത്തത്തിനെ പറ്റിയാണ്. അതായത് സ്റ്റഡി നാട്ടിലെ പോലെ അല്ല, ഇവിടെ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ഒരു ചിന്തയിൽ കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ എല്ലാം എളുപ്പമല്ലേ, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല, ഇവിടത്തെ പോലെ ഒന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെ കാര്യം ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ചെറുതാണെങ്കിലും നമുക്ക് കണ്ടന്റും അധികം പഠിക്കാനുണ്ടാവില്ല. പക്ഷെ ലാംഗ്വേജ് ആണ് ഇവിടെയും പ്രശ്നക്കാരൻ. അതായത് ഇപ്പൊ നമുക്കിപ്പോ ലാംഗ്വേജ് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ പഠിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലായി വരില്ല. അതായത് ചെറിയ ടോപ്പിക് ആണെങ്കിലും ലാംഗ്വേജ് ടാസ്ക് ഉണ്ടെങ്കിൽ അതും പറ്റില്ല. ഇന്നത്തെ ഒരു കാര്യമാണ് ഇവിടുത്തെ എക്സാം. അതായത് നാട്ടിലെ പോലെ ഇവിടെ എക്സാം ഉണ്ടാവില്ല എന്നാണ് പലരുടെ വിചാരം. ഇവിടെ എക്സാം ഉണ്ട്. അതായത് ബെറൂഷുലയിൽ ഇപ്പൊ നമുക്ക് എപ്പോഴും ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. അതിന്റെ കൂടെ ക്ലാസ്സിന് ആർബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇപ്പൊ നമ്മുടെ ചെറിയ ടെസ്റ്റും വലിയ എക്സാം ഒക്കെ പോലെയല്ലേ, അതുപോലെ തന്നെ ഇപ്പോഴും എക്സാം ഉണ്ടാവും. അതിൽ പഠിപ്പിച്ച് പോണ പോർഷൻസ് എക്സാം നടത്തിയായിരിക്കും പോണേ. അപ്പോൾ അന്നന്ന് പഠിച്ച് പോവാണെങ്കിൽ നമുക്ക് സീൻ ഉണ്ടാവില്ല. ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ലാംഗ്വേജിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിലാണ് ഇവിടെ പ്രശ്നം. ഏറ്റവും ബെറ്റർ ആയിട്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കിക്കൊണ്ട് വന്നതായിരിക്കും നല്ലത്. പിന്നെയുള്ള കുറെ പേരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റും പിന്നെ ട്രാവലിനെ പറ്റിയൊക്കെയാണ്. നമുക്ക് ഹൗസ് ബിൽഡിംഗ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഷെങ്കൻ വിസ ആണല്ലോ. അപ്പോൾ അടുത്തുള്ള എല്ലാ കൺട്രീസിലേക്കും നമുക്ക് എളുപ്പമായിട്ട് പോകാനോ എന്നൊക്കെയാണ് കുറെ പേര് ചോദിച്ചത്. അത് കുറെയൊക്കെ ശരിയാണ്. നമുക്കിപ്പോ ഷെങ്കൻ വിസ ആയതുകൊണ്ട് തന്നെ എല്ലാ കൺട്രീസിലോട്ടും നമുക്ക് പോകാൻ പറ്റും. നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഇപ്പൊ വിന്ററിലൊക്കെയാണ് വന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലൈമറ്റ് ആയിട്ട് അഡാപ്റ്റ് ആവാൻ കുറെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ അതേ ടൈമിൽ നമുക്കിപ്പോ വേറെ രാജ്യങ്ങളിലോട്ടും അങ്ങനെ ട്രാവൽ ചെയ്ത് പോവാണെങ്കിൽ ഒക്കെ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ശീലമായിക്കോളും. പിന്നെ ട്രാവൽ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ നമുക്ക് ഡോയിച്ച്ലാൻഡ് ടിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ജർമ്മനിയിലകത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മുടെ ക്യാഷും അതുപോലെ തന്നെ നമ്മുടെ ഉരുളപ്പൊക്കെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യണതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നത്തെ എക്സ്പെക്ടേഷൻ ആണ് ഇവിടുത്തെ എക്സാംസ്. എക്സാം ഒക്കെ നാട്ടിലേക്കാളും ഇവിടെ എളുപ്പമാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എക്സാം എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. കൂടുതലും ഈ ലാംഗ്വേജിന്റെ പ്രശ്നം തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ട്രിക്കി ആയിരിക്കും എക്സാമിന് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ. പിന്നെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ജർമ്മനിൽ ഇതിന്റെ അവസ്ഥ വന്നിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് പാസേജ് വാങ്ങിച്ചിട്ട് അത് നമുക്ക് ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഇവിടെ കൂടെ നമുക്ക് എക്സാം എടുത്തത്. ഇംഗ്ലീഷ് വരെ ജർമ്മനിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവില്ല ഇവിടെ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എന്തോരം ഉണ്ടെന്ന്. ലാംഗ്വേജ് ഇല്ലാണ്ട് അങ്ങനെ ഇപ്പൊ എക്സാം കഴിഞ്ഞ് നമ്മൾ പാസ്സായാലും ജോലി കിട്ടാനൊക്കെ ലാംഗ്വേജിന് വലിയൊരു റോൾ ഉണ്ട്. ലാംഗ്വേജ് നന്നായിട്ട് അറിയണവന് കുറച്ചുകൂടി ചാൻസ് കൂടുതലായിരിക്കും ജോബ് കിട്ടാനൊക്കെ ആയിട്ട്. പണി അറിയണവന് ഓഫ് കോഴ്സ് ജോബ് കിട്ടും. അതായത് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ടെക്നിക്കൽ ഒരു ബേസ് ഉണ്ടാവും. ഹൗസ് ബിൽഡിംഗ് ഒക്കെ പാസ്സാവുകയാണെങ്കിൽ ജോബ് സെക്യൂരിറ്റി കൂടുതലാണ്. അടുത്ത എക്സ്പെക്ടേഷൻ ഇവിടുത്തെ ഫുഡിനെ പറ്റിയാണ്. അതായത് ഇവിടെ പല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്. നമുക്കിപ്പോ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനൊന്നും അറിയില്ലെങ്കിലും പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് നമുക്ക് അങ്ങനെ പോകാന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവും. പക്ഷെ നമുക്ക് കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇവിടെ നിന്നിപ്പോ ഇന്നും പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല എക്സ്പെൻസ് ആവും. ഫുഡിന്റെ കാര്യത്തിൽ കുറെ എക്സ്പെക്ടേഷൻ ഒന്നും ഒക്കെ ഉണ്ട്. കാരണം ഇവിടെ അത്ര വെറൈറ്റീസ് ഓഫ് ഫുഡ് ഒന്നും ഇല്ല. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കാന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലെ ഫുഡായിട്ട് കുറെ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറ്റില്ല. നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്തെങ്കിലും കുറച്ചൊക്കെ കുക്ക് ചെയ്യാന്ന് അറിയില്ലെങ്കിൽ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ സ്വന്തമായിട്ട് സെൽഫായിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാനുള്ള കിട്ടും. പിന്നത്തെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫെസ്റ്റിവൽസ് ആണ്. അതായത് ഇപ്പൊ ഒക്ടോബർ ഫെസ്റ്റ് ഒക്കെ പോലത്തെ കുറെ ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ നാട്ടിൽ നമുക്ക് പറയാവുന്ന അതുപോലത്തെ ഫെസ്റ്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ഇവിടെ ഭയങ്കര ഗംഭീരമാണ്. അപ്പൊ അതൊക്കെ അടിച്ചു പൊളിക്കാം എന്നുള്ള മൈൻഡ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശരിയാണ്. അങ്ങനത്തെ ഫെസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനൊക്കെ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതിനൊക്കെ നല്ല ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നാട്ടിലെ പോലെ അങ്ങനെ എല്ലാ മാസവും നമുക്ക് ഇവിടെ ഫെസ്റ്റിവൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നാട്ടിൽ നമുക്ക് ഒരു ഉത്സവം അതുപോലെ തന്നെ പല പല പരിപാടികളും ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഇപ്പോഴും അടിച്ചു പൊളിച്ച് ഉള്ളൊരു ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. കുറച്ചും കൂടി ആൾക്കാർ സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒരു ടൈപ്പാണ്. അപ്പോ നാട്ടിലത്തെ ആ വൈബ് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊളിക്കാം പാടില്ലേ ബ്രോ എന്നൊക്കെ ചോദിച്ച് കുറെ പേര് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ എക്സ്പെക്ടേഷൻ ഒക്കെ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവുള്ളൂ. പിന്നെ കുറെ പേരുടെ എക്സ്പെക്ടേഷൻ ആണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ആർക്കും നമ്മളെ ഭയങ്കര കാര്യമാണെന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മളിപ്പോ അങ്ങോട്ട് എങ്ങനെ പെരുമാറുന്ന അതുപോലെ തന്നെ ആയിരിക്കും അവരിങ്ങോട്ട്. പിന്നെ എല്ലാവരും സ്വന്തം കാര്യം നോക്കി പോകുന്നവരാണ്. അപ്പൊ അവരെ കൂടുതൽ ശല്യം ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെയുള്ള റെസ്പെക്ട് കിട്ടും. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വേറെ നാട്ടിലാണ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ റൂൾസ് അങ്ങനെ ഒരു ഇത് വേണം. അല്ലാതെ എല്ലാവരുടെ കാര്യത്തിലും ഇടപെട്ടൊക്കെ നടക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. റേസിസം അങ്ങനെയുള്ളതൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ചില സട്ടിൽ ആയിട്ടുള്ള റേസിസം കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം. അതായത് ചിലരുടെ നോട്ടം അങ്ങനെയൊക്കെ. അല്ലാതെ നമ്മളായിട്ട് ഇടപെടുന്ന ആൾക്കാരുടെ അടുത്തൊന്നും എനിക്ക് അങ്ങനെ എല്ലാവരും ഫ്രണ്ട്ലി ആണ്. കാരണം നമ്മളിപ്പോൾ അവരെ ശല്യം ചെയ്യാൻ പോയില്ലെങ്കിൽ അവര് നമ്മളെ ശല്യം ചെയ്യില്ല. അങ്ങനെയാണ്. ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റൈഫൻഡ് ആണ്. കുറെ പേര് എക്സ്പെക്ടേഷൻ ഉണ്ട് സ്റ്റൈഫൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും രൂപ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കിപ്പോ ഒരു €1000 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു 40% ഒക്കെ എന്തായാലും പോകും. അതായത് നമ്മുടെ റെന്റും അതുപോലെ തന്നെ ടാക്സ് ഒക്കെ പോയിട്ട് ഒരു 40% പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുള്ളൂ. ബാക്കി നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നോ അതുപോലെ തന്നെ ഇരിക്കും നമ്മുടെ കയ്യിൽ തന്നെ ബാക്കിയുള്ള പൈസ. ഞാൻ പറഞ്ഞില്ലേ, അതായത് സ്വന്തമായിട്ട് കുക്ക് ചെയ്യുക, പിന്നെ ട്രാവല്, നമ്മുടെ കാര്യങ്ങൾ എല്ലാം നമ്മളായിട്ടൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റൈഫൻഡ് ധാരാളമാണ്, കുഴപ്പമൊന്നുമില്ല. അതായത് ഇപ്പൊ ജോലി കിട്ടുന്നവരെ നമുക്ക് സ്റ്റൈഫൻഡ് കൊണ്ട് ഇവിടെ സുഖമായിട്ട് നിൽക്കാൻ പറ്റും. നാട്ടിൽ നിന്ന് വേറെ പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് നമുക്ക് പൈസ ചോദിക്കേണ്ടി വരുമോ ഇവിടെ ജീവിക്കാനായിട്ട്? വേണ്ട. പക്ഷെ നമ്മൾ എങ്ങനെ മണി മാനേജ് ചെയ്യും എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ജർമ്മനിയാണല്ലോ ഡെവലപ്ഡ് രാജ്യമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പെട്ടെന്ന് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും എന്നൊക്കെ ഒരു തോട്ട് ഉണ്ടാവും. പക്ഷെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ചെറിയൊരു ഡിലേ ഉണ്ടാവും. അതായത് ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ മൊത്തം എന്ന് പറയുന്നത് ഇമെയിലൊക്കെ വഴിയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും അപ്ലൈ ചെയ്താലും അങ്ങനെയൊക്കെ നമുക്ക് റിപ്ലൈ കിട്ടുന്നത് ഇമെയിൽ വഴിയൊക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഡിലേ ഉണ്ടാവും. നമുക്ക് നാട്ടിലെ പോലെ ഡയറക്റ്റ് കയറി ചെല്ലാൻ പറ്റില്ല. ഇപ്പൊ ഒരു മെഡിക്കൽ ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് ചെല്ലാൻ പറ്റുള്ളൂ. നേരെ ഇപ്പൊ ചെന്ന് നമുക്കിപ്പോ ഡോക്ടറെ കാണാനോ അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാണ്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റും. അത് ഇപ്പൊ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ അടുത്തൊരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ഇല്ലാണ്ട് ചെന്നപ്പോൾ കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ വിളിച്ചു. എന്നിട്ട് നമുക്ക് ക്രാങ്കൻ ഷൈൻ ഒക്കെ വേറെ അസുഖമാണ്, ഇപ്പൊ ഒരു പല്ലുവേദനയാണ്, അങ്ങനെ ഇപ്പോ ഫ്രാക്ചർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നമുക്ക് കുറച്ച് നാട്ടിലെ പോലെ അത്ര മെഡിക്കൽ സിസ്റ്റം ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിനെല്ലാം ഒരു അപ്പോയിന്റ്മെന്റ് ആവശ്യമുണ്ട്. കുറച്ച് ഡിലേ ഉണ്ടാവും. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ മെഡിക്കൽ ഫീൽഡൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ജർമ്മൻസ് എല്ലാവരും പങ്ക്ച്വൽ ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു പറഞ്ഞ ടൈമിലാണെങ്കിൽ നമ്മൾ ആ ടൈമിൽ എത്തിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ. അതായത് ഒരു ഭയങ്കര പങ്ക്ച്വാലിറ്റിയുടെ ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ജർമ്മൻ ട്രെയിൻസ് അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു ട്രാവൽ ഇപ്പൊ പ്ലാൻ ചെയ്യാണ്, അതായത് ഇപ്പൊ ദൂരേക്കൊക്കെ പോകണമെങ്കിൽ അതിനനുസരിച്ച് ഇപ്പൊ ഒരു ട്രെയിൻ ഡിലേ ആവുന്നുള്ള ഒരു മൈൻഡ് വിചാരിച്ച് അതിന് മുന്നത്തെ ട്രെയിനിലൊക്കെ വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. 1-2 മാസം മുന്നേ വരെ ദോഷ്ലാൻഡ് ടിക്കറ്റ് €48 ആയിരുന്നു. പക്ഷെ ഇപ്പൊ €58 ആക്കിയിട്ടുണ്ട്. അത് ഇനി ഭാവിയിൽ കൂടുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ട്രാവൽ എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് വരുവാണ്. മെക്കട്രോണിക്സ് പഠിക്കാൻ ഗേൾസിന് പറ്റുമെന്ന് കുറച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ ഗേൾസ് ആരും ഇവിടെ പഠിക്കണം എനിക്ക് പറയില്ല. പക്ഷെ ഇപ്പൊ അറിയാണെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. നാട്ടിലിപ്പോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിലും ഗേൾസ് കുറവാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ജർമ്മൻസ് തന്നെ 1-2 പേരൊക്കെയാണ് കണ്ടിട്ടുള്ളൂ മെക്കാട്രോണിക്സ് പഠിക്കുന്നവരെ ഗേൾസ് ആയിട്ട്. പിന്നെ നമുക്ക് വൈറ്റർ ബില്ലിംഗ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ എക്സാം പാസ്സാവണം, അല്ലെങ്കിൽ നമുക്ക് പണിയാണ്. അതായത് ഇപ്പോ ഫസ്റ്റ് ഇയർ ഒരു സിഷൻ പ്രൂഫിംഗ് എന്ന് പറഞ്ഞൊരു വലിയ എക്സാം ഉണ്ട് 1.5 കൊല്ലം കഴിയുമ്പോൾ. അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ ഒരു വലിയ എക്സാം ഉണ്ട്. രണ്ടിന്റെ കൂടി മാർക്കൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ശരിക്കുള്ള റിസൾട്ട് വന്നത്. അപ്പൊ അതിനൊക്കെ നല്ല മാർക്ക് ഉണ്ടാവണം. അല്ലാണ്ട് കാര്യമില്ല. ഇപ്പൊ ഹൗസ് ബിൽഡിംഗ് ചെയ്താലും ചിലപ്പോൾ ജോലി കിട്ടണമെന്നില്ല. നമുക്ക് തുടർന്ന് പഠിക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ മാർക്കും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതിപ്പോ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വൈറ്റർ ബില്ലിംഗ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയൊക്കെ ഉണ്ട്. ഒരാളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മിനി ജോബിൽ പോയി കാശ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോ നമുക്കൊരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും, ഒരു 6 മാസം 4 മാസം ഒക്കെ. ആ ടൈമിൽ നമ്മുടെ പെർഫോമൻസ് ശരിക്കും നോക്കും. അപ്പൊ അതിൽ എന്തെങ്കിലും പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പറഞ്ഞു വിടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോ
അങ്ങനെ മിനി ജോബ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും, പക്ഷെ ആദ്യത്തെ ആ പ്രൊബേഷൻ സൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. കുറെ പേര് ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഹൗസ് ബിൽഡിങ്ങിന് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ എക്സ്പെക്ടേഷൻ ഒക്കെ ഓക്കെയാണ്, പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതായത് ഇപ്പൊ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇതൊക്കെ ഷെയർ ചെയ്തത്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.